മക്കളെ, വെൽക്കം ടു എഡ്യൂപോഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണിത മിസ് ആണ്. യെസ്, അപ്പോൾ സ്കൂൾ തുറക്കാൻ ഇനി നമ്മുടെ മുന്നിൽ ആകെ ഒരാഴ്ച സമയം മാത്രമേ ഉള്ളൂ അല്ലേ? മേ ബി ഈ ഒരു വീഡിയോ കാണുമ്പം ചിലപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ നാളെ സ്കൂൾ തുറക്കുന്ന പോലെ ആയിരിക്കാം, എപ്പോഴും ആയിരിക്കും. ഓക്കെ, സോ എന്തായാലും നമ്മുടെ ആ ഒരു 2 മാസത്തെ വെക്കേഷനൊക്കെ ശേഷം സ്കൂൾ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അല്ലേ? അപ്പോൾ ഒരു പുതിയ വർഷമാണ് നമ്മുടെ മുന്നിൽ. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ സംബന്ധിച്ച് എന്താണ് അല്ലേ, ഒരു നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് എന്തായാലും വരാൻ വേണ്ടി പോകുന്നത്. സോ എന്താണ് നമുക്ക് ഈ ഒരു വർഷം എങ്ങനെയാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടി കഴിയുന്നത് അല്ലേ? ക്ലാസ്സിൽ ഒരു ടോപ്പർ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്ലാസ്സിലെ ടോപ്പേഴ്സ് പഠിക്കുന്നത്, അവരുടെ ഒരു സീക്രട്ട് എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ? യെസ്, അപ്പൊ അതറിയാൻ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ കൂടെ അതേ ലെവലിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ്, യെസ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. യെസ്, അപ്പൊ എന്തൊക്കെയാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്? എടാ, നമ്മള് മിക്കവാറും ആൾക്കാർ എക്സാമിന്റെ സമയമാകുമ്പോൾ ചോദിക്കുന്നതാണ്, മിസ്സേ എങ്ങനെയാ പഠിക്കുക, എനിക്ക് സമയം തികയുന്നില്ല, അയ്യോ എനിക്ക് ട്യൂഷന് പോകാനുണ്ട്, അല്ലെങ്കിൽ വേറെ വർക്കുകൾ ഉണ്ട്, പഠിക്കാൻ എനിക്ക് സമയം തികയുന്നില്ല എന്നുള്ള ഒരുപാട് വിഷയങ്ങൾ എക്സാം ആകുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അതിനുള്ളൊരു കാര്യം മിസ്സിന് പറയാനുള്ളത്, എക്സാം ആകുമ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം അല്ലേ. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ഇപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ഫൗണ്ടേഷനിൽ ഒരു തറ നമ്മൾ കെട്ടില്ല. അപ്പൊ അതേപോലെ തന്നെ ഫൗണ്ടേഷൻ, അതായത് അതിന്റെ ബേസ് അല്ലെങ്കിൽ ആ ഒരു തുടക്കം തൊട്ടേ ഏറ്റവും നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാലേ ഉള്ളൂ അത് അവസാനത്തേക്കും എന്താ ചെയ്യുക, ഒരു കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ലൊരു സ്ട്രക്ചർ ആയിട്ട് മാറുക. സോ എക്സാമിന്റെ സമയത്തേക്ക് പഠിക്കാൻ വെക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, സ്കൂൾ തുറക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ഒരു ടൈമിൽ തന്നെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. സോ അതിനു വേണ്ടിയുള്ള 5 ടോപ്പ് ടിപ്സ് അല്ലെങ്കിൽ 5 ടോപ്പ് സീക്രട്സ് ആണ് മിസ് പറഞ്ഞു തരുന്നത്. യെസ്, സോ ഫസ്റ്റ് വൺ എന്താണ്, മേക്ക് എ റിയലിസ്റ്റിക് ടൈം ടേബിൾ. സോ ഈ ഒരു റിയലിസ്റ്റിക് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരത്തിലുള്ള ടൈം ടേബിൾ ഉണ്ട്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെ, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, എന്നിട്ട് ഞാൻ 7 മണി വരെ പഠിക്കും, അതിനുശേഷം ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മിക്കവാറും അല്ലെങ്കിൽ ഞാനൊക്കെ പഠിക്കുമ്പോഴും ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആരാണെന്നുള്ളൊരു ബോധത്തോടു കൂടി വേണം ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട് അല്ലേ. അതായത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം എപ്പോഴാണ്? ചില ആൾക്കാർക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ ഇഷ്ടമുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ രാവിലെ തൊട്ടേ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇനി ചില ആൾക്കാർക്ക് കുറച്ച് നേരം ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല, ആ സമയത്താണ് പഠിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തേക്കുള്ള ടൈം ടേബിൾ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാത്രം നോക്ക് മക്കളെ. ഹോം വർക്കിന് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യരുത്, പഠിക്കാൻ വേണ്ടി മാത്രം മിനിമം 2-3 മണിക്കൂർ നിങ്ങൾ വീക്ക് ഡേയ്സിൽ, അതായത് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ മാറ്റി വെക്കണം. അതേപോലെ തന്നെ വീക്കെൻഡിൽ നമ്മുടെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ വരുന്ന ടൈമിൽ എന്ത് ചെയ്യുക, അതിനേക്കാൾ കൂടുതൽ സമയം ഒരു 5-6 മണിക്കൂർ പഠിക്കുന്നതിന് വേണ്ടി മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഗ്രേഡ്സിൽ വലിയൊരു മാറ്റം വരുത്തുന്നുള്ളതിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അത് ശരിക്കും കേട്ടോ, അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനൊരു റിസൾട്ട് എന്തായാലും കിട്ടുന്നുണ്ട്. ദിവസം ഒരു 2-3 മണിക്കൂർ പഠിക്കണം. അതായത് ഹോംവർക്ക് ചെയ്യാൻ ഒരു 2 മണിക്കൂർ എടുത്തിട്ട് ഓക്കെ ഞാൻ ഇത്ര നേരം പഠിച്ചു എന്ന് പറയുന്നതിലല്ല, ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും 2 to 3 hours ഒരു ദിവസം പഠിക്കണം. അതേപോലെ തന്നെ അത് ആ ഒരു ദിവസം എന്ന് പറയുമ്പം ഒന്നെങ്കിൽ രാവിലെ 1 മണിക്കൂറും ഈവനിങ് 2 മണിക്കൂറും ആയിരിക്കാം, അല്ലെങ്കിൽ രാവിലെ 1.5 മണിക്കൂറും വൈകുന്നേരം 1.5 മണിക്കൂറും ആയിരിക്കാം. എന്തായാലും ദിവസം 2 to 3 hours പഠിക്കുക. വീക്കെൻഡ്സിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ കൂടുതൽ സമയം പഠിക്കുക എന്നുള്ളതാണ്. ഇതിന് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്. എന്താണ് ഈ പൊമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞാൽ 25 minutes നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഇന്റർവെൽ ഓഫ് സമയം, ആ ഒരു സമയത്തേക്ക് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ഒരു 5 minutes ബ്രേക്ക് എടുക്കുക. ഈ 5 minutesൽ ഒരു കാരണവശാലും നിങ്ങൾ ഫോൺ നോക്കാൻ വേണ്ടി പോകരുത്. ഫോണ്, ടാബ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കരുത്. അല്ലാതെ ഒന്നെങ്കിൽ പോയിട്ട് പേരൻസിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ പെറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫോൺ നോക്കരുത് ആ 5 minute ബ്രേക്കിൽ കേട്ടോ. അപ്പൊ ഇതാണ് പൊമോഡോറോ ടെക്നിക്ക്. എടാ, ഇതേപോലത്തെ കൂടുതൽ പഠിക്കാനുള്ള ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക്നിക്സ് എന്താ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ പൊമോഡോറോ ടെക്നിക്ക് പോലെ ഇനിയും കൂടുതൽ ടെക്നിക്ക് ഉണ്ട്, ആ ടെക്നിക്സിനെ കുറിച്ച് പറഞ്ഞുതരാം. അടുത്തൊരു കാര്യം എന്താണ്, സ്റ്റഡി സ്മാർട്ട് അല്ലെ. ഏറ്റവും
ഏറ്റവും സ്മാർട്ട് ആയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഹാർഡ് വർക്കിന്റെ കൂടെ സ്മാർട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഒരു ദിവസം ഇത്രയും 2-3 മണിക്കൂർ വെറുതെ ഇരുന്ന് പഠിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ സ്മാർട്ട് ആയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കണം. എങ്ങനെയാണ് ഈ സ്മാർട്ട് ആയിട്ട് പഠിക്കുന്നത്? എടാ, നിങ്ങൾ പഠിക്കുമ്പം കോൺസെപ്റ്റ്സ്, ഇപ്പൊ നിങ്ങൾ സയൻസോ അല്ലെങ്കിൽ മാത്സോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കീ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് എങ്ങനെയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ടല്ലോ. സോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി വെക്കുക. ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ്, ആ ഒരു ലെസൺ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാണെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ സ്വന്തമായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, അത് നിങ്ങൾ ഒരുപാട് എക്സാം എഴുതുമ്പോഴത്തേക്കും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കോൺസെപ്റ്റ് എഴുതാൻ അതിന്റെ മേലെ ഒരു ആരോ ഒക്കെ വരച്ച്, ഇതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരു നമ്മുടെ കോൺസെപ്റ്റ് എന്താണോ അതിന് ചുറ്റും ഒരു ആരോ ഒക്കെ വരച്ച് ആ ആരോക്ക് എല്ലാ ഒരു സബ് ടോപ്പിക്കിന് ബാക്കിയുള്ള സാധനങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണോ അതിനെയൊക്കെ പഠിച്ച് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു സെല്ലിനെ കുറിച്ച് പഠിക്കാന്ന് വിചാരിക്കുക, ആ സെല്ലിന്റെ അകത്തുള്ള സെൽ ഓർഗനൽസ് ഉണ്ടല്ലോ അല്ലെ, എന്താ പറയാ, ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺഡ്രിയൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ ആരോസ് ഒക്കെ വരച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക. സോ എന്താണ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ. സോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറേയും കൂടെ ഓർമ്മയിൽ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പഠിക്കുന്ന കാര്യങ്ങളെ, അതായത് വീക്ക് ഡേയ്സ് പഠിക്കുന്ന കാര്യങ്ങളെ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഇരുന്നിട്ട് റിവിഷൻ ചെയ്യണം. റിവിഷൻ മസ്റ്റ് ആണ്, അത് മറക്കരുത്. യെസ്, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ റിവൈസ് റെഗുലർലി. അത് തന്നെയാണ് അല്ലെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, റിവൈസ് ചെയ്യുക. എടാ, നമ്മളുടെ ഒരു ബുദ്ധിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് ടേം മെമ്മറി എന്നൊരു സംഗതി ഉണ്ട്. അതായത് നിങ്ങളിപ്പോ എക്സാമിന്റെ തലേന്ന് ഒരു ലൈവിൽ കാണുന്ന കാര്യം അടുത്ത ദിവസം എക്സാമിന് നല്ല ഓർമ്മയായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ ഒരാഴ്ചയാവുന്ന സമയത്തേക്ക് അത് മറന്നു പോകും. സോ അതിനാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളെ നമുക്ക് പെർമനന്റ് ആയിട്ട് കുറെ കാലത്തേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, വീക്ക് ഡേയ്സിൽ പഠിക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുക, വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും റിവൈസ് ചെയ്യുക. എത്രത്തോളം നന്നായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം ആ ലെസൺ നമ്മുടെ മൈൻഡിൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ലെസണിലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ ക്ലാസ് തുടങ്ങിയ ആ ഒരു സമയത്തുള്ള നമ്മുടെ ഫസ്റ്റ് ലെസൺ, ആ ലെസൺ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര കാണാപ്പാടമായിരിക്കും. കാരണം എന്താണ്, നമ്മൾ ആ ലെസൺ പലപ്പോഴായിട്ട് പിന്നെ വായിക്കുന്നുണ്ട്. സോ ഇതേ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കല്ല, നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ടോപ്പ് സീക്രട്ട് അല്ലെങ്കിൽ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ യൂസ് സ്റ്റഡി ടൂൾസ്. എന്താണ് ഈ സ്റ്റഡി ടൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന പോലെയുള്ള സ്റ്റിക്ക് നോട്ട്സ് അല്ലെ. സ്റ്റിക്ക് നോട്ട്സ് ഇപ്പം നിങ്ങൾ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പം എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഷോപ്സിലും നിങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് ഈ പറഞ്ഞ സ്റ്റിക്ക് നോട്ട്സ് കേട്ടോ. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വാങ്ങിക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾ അത്യാവശ്യം എന്താ പറയുക, പെട്ടെന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രേസൽ വെർബ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡിന്റെ മീനിങ്, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിസ്റ്ററിയിലൊക്കെ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് അത് ഒട്ടിച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് എല്ലാ ദിവസവും പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, മറന്നു പോകുന്ന കാര്യങ്ങളും വേറൊരു കാര്യമാണ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പം എന്ത് ചെയ്യടാ, പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിടുക. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പെൻസിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിടുക. ചില സെന്റൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ബോക്സിലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ താഴെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അല്ലെ കുറച്ച് പാരഗ്രാഫ് ആയിട്ടുണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ എക്സാമിന്റെ അല്ലെങ്കിൽ നമ്മൾ ആ റിവൈസ് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ്സ് മാത്രം സ്പീഡിൽ വായിച്ചു പോകാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇതൊക്കെ തന്നെയും ഞാനും യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. സോ ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. സ്റ്റിക്ക് നോട്ട്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ അത്യാവശ്യം നിങ്ങൾ പഠിക്കുമ്പോൾ കാണുന്ന ഭാഗത്ത് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും ഇതൊന്നും ഓരോരോ പ്രാവശ്യം വായിച്ചു നോക്കുക കേട്ടോ. ഇതും എന്താണ്, നിങ്ങളെ ഓർമ്മപ്പെടുത്താനും അല്ലെങ്കിൽ ലേണിംഗ് കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ സ്റ്റഡി ടൂൾസ് ഒക്കെ തന്നെ. ആൻഡ് അഞ്ചാമത്തെ ടിപ്പ്, നമ്മുടെ ടോപ്പ് പേഴ്സണിന് വേണ്ടിയുള്ള അഞ്ചാമത്തെ ടിപ്പ് എന്താണ്, സ്റ്റേ ബാലൻസ്ഡ്. മക്കളെ, ഒരു കാരണവശാലും പാനിക് ആവരുത്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, ഒരുപാട് സമയമുണ്ട് അല്ലേ. നമുക്ക് എക്സാം ഒന്നും പെട്ടെന്ന് വരാനായിട്ടില്ല, മിഡ് ടേം ഒക്കെ വരും, അത് ജൂലൈയിലായിരിക്കും. സോ ആ ഒരു സമയത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോഴേ സമയമുണ്ട്. സോ
കാമായിട്ട് സമാധാനമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ 7 to 8 hours, ഓക്കെ, ഒരു 7 to 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഒരു ഫോൾഡറിൽ നിന്നുള്ള പോലെ ഇങ്ങനെ അടുക്കി 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 വെക്കുക ചെയ്യുക. സോ ഈ അടുക്കി വെക്കൽ നടക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഉറങ്ങുമ്പോഴാണ്. സോ നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പഠിച്ച കാര്യങ്ങൾ എവിടെ നിൽക്കുക, നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക. സോ നന്നായിട്ട് ഉറങ്ങുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നല്ലോണം വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. വെള്ളം കുടിക്കാനൊക്കെ ഒരുപാട് പേർക്ക് മടിയായിരിക്കും. വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യണേ, അത് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. അതേപോലെ തന്നെ എന്താണ്, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. മക്കളെ, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഫോൺ അത്യാവശ്യമാണല്ലേ, അതിനൊക്കെ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യരുത്, സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യാൻ പോവരുത്. ഒരു കാരണവശാലും ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വേറെ വാട്സപ്പിലൊന്നും എന്ത് ചെയ്യരുത്, സ്ക്രോൾ ചെയ്യാൻ വേണ്ടി പോവരുത്. ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഞാൻ ഈ സമയത്തേക്ക് ഇത്രയും നേരത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്തിടാൻ വേണ്ടി കഴിയും. ഇൻസ്റ്റയിൽ നിന്നും അല്ലെങ്കിൽ വാട്സപ്പിൽ നല്ല നോട്ടിഫിക്കേഷൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്തിടാൻ വേണ്ടി കഴിയും ഇത്ര സമയത്തേക്ക്. സോ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുക. പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിലേക്ക് നോക്കരുത്. ഇതൊക്കെ ടോപ്പേഴ്സിനുള്ള ടിപ്സ് ആണ്. അതേപോലെ തന്നെ ടേക്ക് ഷോർട്ട് ബ്രേക്സ് ആൻഡ് ഡു എ ലിറ്റിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഓർ മെഡിറ്റേഷൻ, പ്രാണായാമ, അല്ലെങ്കിൽ വെറുതെ ഒന്ന് എഴുന്നേറ്റ് നടക്കുക. ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ ആ ഒരു മെന്റലി അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ബ്രേക്ക് തരുന്നതിന് ഏറ്റവും നല്ലതാണ്. സോ ഇത്രയൊക്കെ മിസ്സിന് പറയാനുള്ളൂ. സോ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പൊ പറഞ്ഞത് എന്താണ്, നമ്മളെ ടോപ്പേഴ്സിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പർ ആവാനുള്ള 5 ടിപ്സ് അല്ലെങ്കിൽ 5 ഹാക്സ് ആണ്. നിങ്ങൾ ഒരുപാട് ഹാക്സിന്റെ വീഡിയോസ് ഒക്കെ കാണാറില്ലേ? സോ ഈ 5 ഹാക്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യടാ, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ റിസൾട്ടിൽ വരാൻ പോകുന്ന ഡിഫറൻസ് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയാം. അതേപോലെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ടെക്നിക്സ്, അതായത് നമ്മുടെ പൊമോഡോറോ ടെക്നിക്ക് ഞാൻ പറഞ്ഞു, ഇതേപോലെ തന്നെ ഒരുപാട് ടെക്നിക്സ് വേറെ ഉണ്ട് നിങ്ങൾക്ക് പഠിത്തം കുറച്ചും കൂടെ ഈസി ആൻഡ് ഫൺ ആക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ടെക്നിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക്നിക്ക് ഒന്ന് കമന്റ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.